നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ നെവീൻ്റെ ലൈഫ് സ്റ്റോറിയാണ് പറയാൻ പോണത്. ഞാൻ നെവിനെ കണ്ടത് ഒരു ദിവസം ശോഭമാളിൽ വെച്ചിട്ട് ഞാൻ കണ്ടത് നെവിനെ. നമ്മുടെ മുൻ മത്സരാർത്ഥി അഭിലാഷിൻ്റെ കൂടെ വന്നാണ് ഈ നെവിൻ. പക്ഷെ അന്ന് നമ്മൾ കാണുമ്പോൾ അവൻ ആരുമല്ല, ഒന്നുമല്ല, ഒരു ഹിപ്പി തലമുടി ആയിട്ട് അവിടെ അവൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ നമ്മൾ അന്ന് അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ കാര്യങ്ങളൊന്നും എടുത്തില്ല. അഭിലാഷിൻ്റെ കൂടെ നമ്മൾ ഫോട്ടോ എടുത്തു. അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ നെവിനെ കണ്ടപ്പോൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നല്ല പെരുമാറ്റം മൂപ്പരെ, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല പെരുമാറ്റം മൂപ്പരെ. ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടപ്പെട്ട ഒരു ലൈഫ് സ്റ്റോറി മൂപ്പരെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനൊരു കുടിയനാണ്. അച്ഛൻ കുടിച്ചു വന്ന് അമ്മേനെ തല്ലലാണ് രാത്രി പണി. പാത്രങ്ങൾ എടുത്ത് വലിച്ചെറിയുക, അമ്മേനെ തല്ലുക. ഇവർക്ക് പിന്നെ ഒരു അനിയത്തിയുണ്ട്. അപ്പോൾ അങ്ങനെ വളർന്നു വന്നാണ് അവൻ്റെ ജീവിതം. അച്ഛൻ്റെ സ്നേഹം ഒരിക്കലും അവൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവൻ പറഞ്ഞത്, സ്വന്തം അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി കണ്ണീരെങ്കിലും ആരെങ്കിലും ഉണ്ടാവും, മകൻ്റെ കണ്ണീർ നിന്ന് വരും. ഒരു തുള്ളി കണ്ണീര് പോലും ഈ നെവിൻ്റെ കണ്ണിൽ നിന്ന് വന്നിട്ടില്ല അവൻ്റെ അച്ഛൻ മരിച്ചിട്ട്. അപ്പോൾ അച്ഛൻ എത്ര ദുഷ്ടനാണെന്ന് നോക്ക്, അത്ര ദുഷ്ടത്തരാണ് ചെയ്തത്. ഇപ്പോൾ നെവിനെ അങ്ങനെയാണെങ്കിൽ പറയാം, നീയൊന്നും എവിടെ ആവില്ലടാ, നീയൊക്കെ ഒരു ആണ് പെണ്ണാണ്ടാ, നീയൊന്നും എവിടെ എത്തില്ലടാ, നീയൊക്കെ ബിഗ് സീറാണ്ട എന്ന് പറഞ്ഞിട്ട് അവരെയും ഉപദ്രവിക്കും. അപ്പോൾ ഇപ്പം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബിഗ് ബോസിലുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ചോദിച്ചേനെന്നാണ് ചോദിക്കുന്നത്, ഞാൻ എവിടെ എത്തി എന്നുള്ളത്. പക്ഷേ ആൾ മരിച്ചുപോയി, ചോദിക്കാനായിട്ട് ആളില്ല. അപ്പോൾ ഇങ്ങനെ ഉപദ്രവം കിട്ടി അമ്മേനെ അടിച്ച്, അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്നും ഇടിയും തൊഴുത്തും ഇടിയും ചവിട്ടും, ഭക്ഷണത്തിനുള്ള 10 പൈസ വീട്ടിൽ കൊണ്ടു കൊടുക്കില്ല. ഇങ്ങനെ ഒരു കുടിയൻ്റെ കൂടിന് ഇവൻ്റെ അമ്മ ജീവിച്ചു വരുന്നത്. അതുപോലെ തന്നെ 2 കുട്ടികളും ഉണ്ടായി, 2 കുട്ടികളെയും നോക്കില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ആ അമ്മ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ഈ അമ്മ സിംഗപ്പൂർക്ക് പോയത്. അങ്ങനെയാണ് അവരുടെ ജീവിതം തുടങ്ങിയത്. അങ്ങനെ അച്ഛൻ മരിച്ചു, അമ്മ അവൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യാം, പെങ്ങളെ കുടുംബം കൂടി ഇവൻ നോക്കേണ്ട സ്ഥിതിയായി. അങ്ങനെ അതും ബുദ്ധിമുട്ട്. ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ അവനെല്ലാം ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒന്നുമില്ല. അവൻ ഈ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവൻ കോമഡി പറയും, തമാശയ്ക്കും ചിരിക്കും. അതുപോലെ തന്നെ പല പബ്ലിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ആൾക്കാർ കളിയാക്കും, പാണ് പെണ്ണാണ് ചാന്ത് പൊട്ടാണെന്ന് പറഞ്ഞിട്ടുള്ള കളിയാക്കൽ. ഇങ്ങനെയൊക്കെ കേട്ടിട്ടാണ് അവൻ്റെ ബാല്യകാലമുള്ളത്. അത് ബാല്യകാലത്തിൽ നല്ലതിനെ കുറിച്ചൊരു ഒന്നും ചിന്തിക്കാനില്ല. ഇപ്പോൾ ബിഗ് ബോസിൽ വന്നപ്പോൾ തന്നെ ഇവനെ ലാലേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടൻ അവനെ നോക്കിയില്ല, മോനേന്ന് മാത്രമേ വിളിക്കുള്ളൂ. അപ്പോൾ എപ്പോൾ നോക്കിയാലും മൂപ്പർക്ക് തീറ്റി എന്ന് പറഞ്ഞൊരു ഇതാണ്. അപ്പോൾ ലാലേട്ടൻ തന്നെ കഴിഞ്ഞ സീസണിൽ പറഞ്ഞു, ഈ സീസണിൽ ഇപ്പോൾ ഞായറാഴ്ച വന്നപ്പോൾ പറഞ്ഞെന്താണ്, നെവിനെ ഞാനിവിടെ ഇപ്പോൾ 6 സീസണിൽ ഞാൻ നിന്നു, ഇതിപ്പോൾ 7ാമത്തെ സീസണാണ്. ഇത്രയും സീസണിൽ ഞാൻ കണ്ടപ്പോൾ ഇന്നവരെ ബിഗ് ബോസിൽ നിന്ന ഒരാൾ പോലും തടി വെച്ച് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഗോതമ്പും പരിപ്പും നിന്ന് എല്ലാവരും ചുക്കി ചുടങ്ങി ഉണങ്ങിയിട്ട് അവിടെ നിന്ന് പോവാറ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തടി വെച്ച് ഇത്രയും ഭംഗി വെച്ച ഒരാളെ കാണുന്നത് ബിഗ് ബോസിൽ വന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ നോക്കിയേ. അപ്പോൾ ഈ മനുഷ്യന് നെവിന് അവരു നിഷ്കളങ്കനാണ്. അവൻ ശക്തമായിട്ട് സംസാരിക്കാൻ അറിയാം, നല്ല വിദ്യാഭ്യാസമാണ്. മുഖത്ത് നോക്കി ആരായാലും അവൻ മുഖത്ത് നോക്കി പ്രതികരിക്കും കൃത്യമായിട്ട്. അവർ പഞ്ചാര കിട്ടാത്തതിന് അവൻ പറഞ്ഞിട്ടില്ല അവിടെ. അവനൊരു നിർബന്ധബന്ധിന് അവന് കിട്ടിയാണെങ്കിൽ കുട്ടികളെ പോലെയാണ്, അവന് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വാശിയാണ്, അവന് ദേഷ്യമാണ്. അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം. അതിപ്പോൾ അവൻ്റെ പേരിൽ ഷാനവാസ് ഒരു ആരോപണം അവിടെ ഉന്നയിച്ചു. അതിലവൻ ഒരുപാട് തകർന്നു പോയി. ശരിക്കും പറഞ്ഞാൽ നിവിൻ അച്ഛൻ മരിച്ചിട്ട് വരെ കരയാണ്ട് ഇത്രയധികം ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പോലും കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വരാത്തവനെ ഈ ഷാനവാസ് കണ്ണീന്ന് കണ്ണീരല്ല വരുത്തിയത്, ചോര വന്നത്, ചോര. അവനുണ്ടല്ലോ ആത്മാഭിമാനം, അവൻ്റെ സുഹൃത്തുക്കൾ, അവൻ്റെ വീട്ടുകാർ, ബന്ധുക്കാർ എല്ലാവരും ഉണ്ടല്ലോ അവന്. അവൻ ചെയ്യാത്തൊരു കാര്യം ഈ ഷാനവാസ് നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പൊട്ടി, ആ കപ്പ് പൊട്ടിൻ്റെ ഒപ്പം തന്നെ ഭക്ഷണം പോയി. ഇവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചിട്ട് അവൻ അതിൻ്റെ ഉള്ളിൽ തെമ്മാടിത്തരം കാണിച്ചു, ഗുണ്ടയായിട്ട് അവൻ അവതരിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ അത് തട്ടിത്തെറിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു തെറ്റ് ആ മനുഷ്യൻ വേറെ ചെയ്യാറില്ല. അവന് പടച്ചാൻ പോലെ, അവന് മുസ്ലിമല്ല, പടച്ചാൻ പോലെ അവന് മാപ്പ് കൊടുക്കാത്ത തെറ്റവൻ ഇവനോട് ചെയ്തത്. അത് ലാലേട്ടൻ ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ബുദ്ധിപരമായിട്ട് കളിച്ചു. അവൻ പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നിക്കുമ്പോൾ 2 പേരും കിടക്കണ സമയത്ത് ഈ നെവിൻ അണ്ടി പിടിച്ചു എന്ന് പറഞ്ഞിട്ട്, നെവിനാണല്ലോ പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിശ്വസിച്ചോളൂ, അവൻ ആണുപെണ്ണ് ആണല്ലോ, അവൻ്റെ സെക്സ് ജെൻഡറിനെ അവൻ ഇതുവരെ പുറത്താക്കിയിട്ടില്ല. എന്നിരുന്നാലും അവൻ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും എന്നുള്ളൊരു തട്ടിപ്പിൽ. അപ്പോൾ ആ ഞായറാഴ്ച ലാലേട്ടൻ വരുമ്പോൾ അവനിൽ നിന്ന്
ലാലേട്ടൻ്റെ നിന്ന് വഴക്ക് കിട്ടില്ല, അവൻ ഭക്ഷണം തട്ടിക്കളഞ്ഞതിന്. വഴക്ക് മുഴുവൻ അണ്ടീമ പിടിച്ച കേസായി മാറ്റുമെന്ന് പറഞ്ഞു. ലാലേട്ടത് നാറ്റ കേസ്, അതൊന്നും പറഞ്ഞില്ല, ചോദിച്ചില്ല, ഒന്നും ചെയ്തില്ല. അതൊക്കെ അങ്ങനെയാണ്ട് വെള്ളത്തിൽ വളിവിട്ട പോലെ അങ്ങോട്ട് പോയി. പക്ഷെ എന്നിരുന്നാലും ആ നെവിൻ്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. അതിന് എത്ര കാശ് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയാലും അതിന് പകരാവില്ല. അത്ര അധികം അവനെ വേദനിച്ചിട്ടുണ്ട്. പക്ഷെ അവന് പിന്നെ സന്തോഷമായിട്ട് അഭിനയിക്കുന്നു മാത്രം. അതുപോലെ തന്നെ ആ നൂറ ആതിര അവനെ എത്ര ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയാം. ലാസ്റ്റ് അവന് വെറുതെ ഒരാൾക്ക് വേണ്ടിയിട്ട് അവൻ ബലിയാടായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ട് അവൻ തിരിച്ചു വന്നു, അത് വേറെ കാര്യം. പക്ഷെ അതുപോലെ തന്നെ ബിഗ് ബോസിൽ അവൻ്റെ ദുഃഖങ്ങൾ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് അവൻ എപ്പോഴും കോമഡി കാണിക്കും. ഇപ്പം ഇന്നലെ ഞായറാഴ്ച തന്നെ നമ്മൾ കണ്ടതല്ലേ, എന്താണ് അവൻ ഓരോ ബ്രേക്ക് വരും പറയുമ്പോഴും ലാലേട്ടൻ പറയുമ്പോഴും അവൻ പോയിട്ട് വല്ല ആൾക്കാരും വല്ല തിന്നേൻ്റെ ബാക്കിയാണെങ്കിൽ എടുത്ത് തിന്നല്ലേ പണി. കഴിഞ്ഞ പ്രാവശ്യം പോയി വരുമ്പോൾ ഇവ എന്താ തിന്ന് വരുന്നുണ്ട്. നെവിനെ മോനെ നീ എന്താണ്ടാ തിന്ന് വരുന്നത്, നിനക്ക് എപ്പോഴും തീറ്റയാണല്ലോ. അല്ല ലാലേട്ടാ, പായസം കുടിച്ചതിൻ്റെ ബാക്കി ആരോ കുടിച്ചതിൻ്റെ ബാക്കി പകുതി ഇരിക്കേണ്ടായിരുന്നു അവിടെ ഗ്ലാസ്സിൽ, അത് കുടിച്ച് വന്നതാണ്. അപ്പോൾ അവിടെ ഒരു വേസ്റ്റ് ബക്കറ്റായിട്ട് മൂപ്പര് വയറ് നിൽക്കുന്നത്, അവിടെ ഒന്നും മൂപ്പര് വേസ്റ്റാക്കി കളയില്ല. ഭക്ഷണം വേസ്റ്റാക്കിയിരുന്ന ലാലേട്ടനും പറയണത് അതൊക്കെ എടുത്ത് മൂപ്പര് വയറ്റിലിടും. അങ്ങനെ വയറ്റിലിട്ടിട്ട് അവിടുത്തെ വേസ്റ്റ് ഭക്ഷണം വയറ്റിലിട്ടിട്ട് മൂപ്പര് തടി വെച്ചത്, അല്ലാണ്ട് അവിടുത്തെ റേഷൻ കൊടുത്തിട്ടൊന്നുമല്ല. പിന്നെ കണ്ടമാനം ചോക്ലേറ്റ് തിന്നും, അങ്ങനെയൊക്കെ മൂപ്പര് തടി വെച്ചതാ. അല്ലാണ്ട് അപ്പോൾ മനസ്സമാനം എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല. എന്നാലും മൂപ്പര് സ്വന്തം കോമഡി കാണിച്ച് ആൾക്കാരെ രസിപ്പിച്ച് മനസ്സമാധാനം സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ആ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഇന്നലെ തന്നെ എനിക്ക് കണ്ടപ്പോൾ ഒരു രസമായി തോന്നി. ലാലേട്ടൻ പെട്ടെന്ന് വന്നോട് കൂടിയിട്ട് മൂപ്പരെന്തുണ്ടായി, കാലുമുണ്ട ചെരുപ്പ് കൈമിട്ടിട്ടാ വരിക. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നെവിനെ നമ്മളൊക്കെ ചെരുപ്പ് കാലുമല്ലിടാ, നീ കയ്യിലാണ് ഇടുന്നത്. അല്ല ലാലേട്ടാ, പെട്ടെന്ന് ലാലേട്ടൻ വന്നപ്പോൾ ഞാൻ ഇട്ടിട്ട് കാലിൻ്റെ ഉള്ളിൽ ഈ കോപ്പ് കയറുമില്ല, അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, കയ്യിലെടുത്താണെന്ന്. അങ്ങനെ ഒരുപാട് തമാശകൾ. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾക്ക് അവിടെ ഒരു ബെന്നിയുടെ ഭർത്താവ് വന്നു. ബെന്നിയുടെ ഭർത്താവ് വന്നപ്പോൾ നല്ല രസമല്ലേ അതൊക്കെ. ബെന്നിയുടെ ഭർത്താവ് ഇതേത് ആക്രാന്തം, ഒരു 10 ദിവസം അങ്ങോട്ട് ഭർത്താവിനെ കാണാണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ട് ആക്രാന്തം വന്ന് മേക്കിട്ടങ്ങോട്ട് ചാടി കൊണ്ട് 2 പേരും കൂടി പുതപ്പിൻ്റെ അടിയിൽ കിടന്നപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നൊരു തോന്നൽ നെവിന് തോന്നി. നെവിന് തോന്നിയിട്ട് തെറ്റു പറയാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ബിഗ് ബോസിൽ നമുക്കും തോന്നി അവരിന്ന് പരിപാടി ചെയ്യുന്നു. അമ്മാതിരിയുള്ള കയറ്റല്ല അവൻ്റെ നെഞ്ഞത്തേക്ക് അവൾ കയറിയത്. അപ്പോൾ പുതപ്പിൻ്റെ അടിയിൽ കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യും എന്ന് നമുക്കും തോന്നി. അപ്പോൾ അത് നെവിന് തോന്നിയാൽ ഒരു കുറ്റമില്ല. നെവിന് എന്തുണ്ടായി, ആ ബെഡിൻ്റെ അവിടെ വന്ന് കിടന്നിട്ട് നോക്കൽ തുടങ്ങി. ഇതൊക്കെ കണ്ട കുശുമ്പ് കയറിയ വേറൊരു കുശുമ്പത്തിൻ്റെ അവിടെ അനു, അവളെന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം പുതപ്പും അതുപോലെ ഈ തലോണയൊക്കെ മുകളിൽ വെച്ചു. ഞാൻ നെവിനെ നീ ഇങ്ങോട്ട് നോക്കണ്ട, നീ ആ ഗിസേലും ആര്യനും അവിടെ കിടക്കുന്നുണ്ട്, അവരെ പോയിട്ട് നീ ഒളിഞ്ഞു നോക്ക്, അവിടെ സീനടിക്ക്, ഇവിടെ നിൻ്റെ ഈ CCTV വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആ ഇതൊക്കെ എടുത്ത് തലോണയ്ക്ക് എടുത്ത് കളഞ്ഞു. എന്നാലും ഞാൻ ചോദിക്കണേ, ബിഗ് ബോസ് എന്ത് പ്രത്യേകത കാണിക്കുന്നത്? ഭാര്യയും ഭർത്താവൊക്കെ വീട്ടിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിലാണ് മണിയറ ഒരുക്കി പൂവൊക്കെ ഇട്ട് മണിയറ ഒരുക്കിയിട്ട് അവരെ പുതപ്പിൻ്റെ ഉള്ളിൽ കെട്ടി കിടത്തുന്നത്. ഇതാണോ നമ്മൾ കുടുംബ പ്രേക്ഷകർ കാണേണ്ടത്? അത് നെവിൻ നോക്കിയാൽ എന്താ തെറ്റ്? അപ്പോൾ ചെറ്റത്തരങ്ങൾ ബിഗ് ബോസ് കാണിച്ചാൽ നമ്മൾ പറയും അത് ചെറ്റത്തരാണ്, നാറിത്തരാണ്. അതിനേക്കാളും നാറിത്തരാണ് ആ 2 മത്സരാർത്ഥികളും ഭാര്യയും ഭർത്താവും ചെയ്തത്. എന്നാ കരച്ചിൽ, എന്നാ അഭിനയം, എന്നാ ഓസ്കാർ അവാർഡ് വേണമെങ്കിൽ കൊടുക്കണം 2 പേർക്കും കൂടിയിട്ട്. പുതപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പുറത്തുള്ള കാര്യങ്ങളെല്ലാം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നന്നായില്ലേ പൂരം? അപ്പം നെവിനെ പോലെയുള്ള ആൾക്കാർ അവരൊക്കെ തൊലി പൊളിക്കണം. ഇത്രയാണ് ഈ പാവത്തിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് അവനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യുകയാണ്. ഒരു സാധുവാണ്, ഒരു വളരെ വളരെ നല്ലൊരു മനുഷ്യൻ, നല്ലൊരു കുട്ടികളുടെ ഹൃദയമുള്ള ആളാണ് നെവിൻ. പക്ഷെ അവൻ്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ? അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.